പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വാദപ്രതിവാദം തുടരുകയാണ്. സ്കൂൾ അധികൃതർക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്ന വിമർശനവുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തി. വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് 2025 ഒക്ടോബർ മാസം 15 രാവിലെ 11 മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പാളിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിൽ ഒരു വിദ്യാർത്ഥിക്കും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അനുവദിക്കില്ല. സർക്കാർ ഈ വിഷയത്തിൽ തുടർന്നും ജാഗ്രത പുലർത്തും. പ്രശ്നം പരിഹരിച്ചിട്ടും വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് കടുപ്പിച്ചതിനെതിരെ സ്കൂൾ അധികൃതർ രംഗത്തെത്തി. മന്ത്രി ഇടപെട്ടത് ശരിയായില്ല എന്ന PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിൽ കുറ്റപ്പെടുത്തി. മുൻ നിലപാടിൽ നിന്ന് ഒരു തരത്തിലും മാറിയിട്ടില്ല. കാരണം കുട്ടി എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ തന്നെ വരട്ടെ. കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടാവും. കുട്ടിയുടെ അവകാശ ലംഘനത്തെക്കാളുപരി ഇവിടെ സ്ഥാപനത്തിന്റെ ഒരു അവകാശം ഉണ്ടല്ലോ. അത് 2018 കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മൗലിക അവകാശം നമുക്ക് തടുക്കാൻ പറ്റില്ല. റൂൾസ് ഇവിടെ സ്കൂളിന്റെ റൂൾസ് തടുക്കാൻ മന്ത്രിക്കും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഹൈക്കോടതി ഉത്തരവ് തടുക്കാൻ മന്ത്രിക്ക് പറ്റുമോ? കുട്ടിയുടെ മാതാപിതാക്കളും കുട്ടികളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ധാരണയിൽ വരുന്നു. അവർ തിരിച്ചു പോകുമ്പോൾ ആ ധാരണ മാറി വീണ്ടും വരുന്നു. അങ്ങനെ നമുക്ക് സംശയിക്കേണ്ട അതല്ലേ. വിഷയത്തിൽ രൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭയും രംഗത്തെത്തിയിരിക്കുകയാണ്. കോടതി വിധികളെ പോലും മാനിക്കാതെ ഭരണഘടനാ അവകാശം നിഷേധിച്ചെന്ന് ഇരവാദം പറയുന്നുവെന്നാണ് ദീപിക മുഖപ്രസംഗം. അതേസമയം സ്കൂൾ അധികൃതർ വിദ്യാഭ്യാസ വകുപ്പിന് ഇന്ന് റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി സുനിഷ അയിലൂരും ലേപി സജീന്ദ്രനുമുണ്ട്. ആദ്യം സുനിഷയിലേക്ക്. സുനിഷ, ഇന്നലെ സ്കൂൾ അധികൃതരും കുട്ടിയുടെ രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ ഹൈബിയുടനും ചേർന്ന് ഈ വിഷയം പരിഹരിച്ചതാണ് എന്നുള്ളതാണ് സ്കൂൾ അധികൃതരും പറഞ്ഞത്. ഇന്നലെ ഹൈബിയുടെ അടക്കം പ്രതികരണം ആ ഘട്ടത്തിൽ വന്നതുമാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടായിരിക്കുന്ന നീക്കം എന്താണ്? ഇപ്പോഴും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച എന്ന നിലപാടാണോ? സ്മൃതി, വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് അത് തന്നെയാണ്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പായിട്ടുണ്ടെങ്കിൽ പോലും എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്നത് വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് മന്ത്രി പ്രതികരണം നടത്തുകയും ചെയ്തത്. മന്ത്രി പറയുന്നത് സ്വാഭാവികമായും ഒരു പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ അന്വേഷണവും നടന്നു. അന്വേഷണത്തിന്റെ റിപ്പോർട്ടും ലഭിച്ചു. ആ റിപ്പോർട്ടിന്റെ പ്രകാരം പറയുന്നത് സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ എല്ലാ അവകാശങ്ങളും കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. ഭരണഘടനാപരമായി ലഭിക്കേണ്ട അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നുള്ളത് ഇതിൽ മനസ്സിലായിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് സ്കൂളിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. കൃത്യമായി മറുപടി നൽകാൻ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ആ വിശദീകരണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ പറഞ്ഞു, അതായത് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പ് നടന്നിട്ടുണ്ട്, രക്ഷിതാക്കൾ തന്നെ അതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രി നൽകിയിരുന്ന മറുപടി അത്തരത്തിൽ ഒത്തുതീർപ്പായിട്ടുണ്ടെങ്കിൽ നല്ലത്, അങ്ങനെ ഒത്തുതീർപ്പായിക്കോട്ടെ, പരാതി കിട്ടിയപ്പോൾ അന്വേഷിച്ചു, കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരണം തേടി എന്നത് മാത്രമാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ശാന്തമായ ഒരു പൊതുവിദ്യാഭ്യാസ രംഗത്തെ അസ്വസ്ഥതപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതുകൊണ്ടാണ് താൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ്. താൻ ഇടപെടരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെട്ട് കൂട്ടിയാണ് മന്ത്രി എന്ന നിലയിൽ എന്ന തരത്തിലാണ് മന്ത്രി ഇന്ന് പ്രതികരിച്ചത്. ഏതായാലും സ്കൂൾ ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനവുമായി രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ മന്ത്രി 12 മണിയോടുകൂടി വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിവരങ്ങൾ പറയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, സർക്കാരിന് രേഖാമൂലം മറുപടി നൽകുന്നുണ്ട് സ്കൂൾ എന്നുള്ളതാണ്.